ചങ്ങായിമാരെ, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ് രാഹുൽ ഗാന്ധിനോട് മാപ്പ് പറയണമെന്ന്. എന്തിന്? സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നതിന് മാപ്പ് പറയണമെന്ന്. എന്റെ ഇലക്ഷൻ കമ്മീഷൻ എല്ലാവരും സവർക്കറാന്ന് വിളിച്ച തോന്നുമ്പോ അങ്ങ് മാപ്പ് പറയാൻ വേണ്ടിട്ട് എല്ലാ കട്ട രാഹുൽ ഗാന്ധി നല്ല ആൺകുട്ടിയാണ്. പിന്നെ മാപ്പ് പറയണമെങ്കിൽ നിങ്ങൾ അനുരാഗ് ഠാക്കൂറില്ലേ, ഓരോന്ന് പച്ചക്കള്ളം രാജ്യത്തിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഓനോട് മാപ്പ് പറയാൻ വേണ്ടി പറയട്ടാ, അല്ലാണ്ട് രാഹുൽ ഗാന്ധിനോട് പറയില്ല. രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞാല് അത് മൊത്തം ഇന്ത്യക്കാർ മാപ്പ് പറയാൻ പോലെയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരിക്കലും നിങ്ങളോട് മാപ്പ് പറയില്ല. മാപ്പ് പറയാൻ വേണ്ടി ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ സമ്മതിക്കൂല. എന്റെ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. കമ്മീഷൻ വ്യക്തത വരുത്തിയില്ല എന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനി ഒരു ദേശീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാക്കിയാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇങ്ങനെ പറയുമോ എൻ ഡി എയിലെ ഏതെങ്കിലും ഒരു സഖ്യകക്ഷി സഖ്യകക്ഷിയായി ഇലക്ഷൻ കമ്മീഷൻ മാറുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. ജ്ഞാനേഷ് കുമാർ അമിത്ഷായുടെ സന്തത സഹചാരിയായിരുന്നു കേട്ടോ. ആർട്ടിക്കിൾ 370 ഡ്രാഫ്റ്റ് ചെയ്ത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വേളയിലെല്ലാം അമിത്ഷായ്ക്കൊപ്പം സന്തത സഹചാരിയായിട്ട് നടന്നത് അന്ന് കാശ്മീർ ഡെസ്കിന്റെ ചുമതലയുണ്ടായിരുന്ന ഇതേ ജ്ഞാനേഷ് കുമാറാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്നത്. അതേ ജ്ഞാനേഷ് കുമാറാണ് ഇന്ന് എൻ ഡി എക്ക് വേണ്ടി കളത്തിലിറങ്ങി ബാറ്റ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ക്രിക്കറ്റ് മത്സരത്തിലെ അമ്പയർ മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ ബാറ്റ്സ്മാൻമാർ ഇങ്ങനെ റൺഔട്ട് ആവുന്ന സമയത്ത് ബാറ്റും പിടിച്ച് കളത്തിൽ വന്ന് ഒരു ടീമിന് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇന്ന് ജ്ഞാനേഷ് കുമാറും ഇലക്ഷൻ കമ്മീഷനും ബാറ്റ് ചെയ്തത്. രാഹുലിന്റെ ശരമേറ്റ് അക്ഷരാർത്ഥത്തിൽ തേർത്തട്ടിൽ തളർന്നുപോയ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെയാണ് നമുക്കിത് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വരുന്ന ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് അത്യന്തം കൗതുകകരമാണ്. എന്നെ സംബന്ധിച്ച് നിരാശയും ആശങ്കയും ഉണ്ടാക്കുന്ന പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നത്. ഞാനിങ്ങനെ ഇത്രയും പരിതാപകരമായ ഒരു പത്രസമ്മേളനം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇന്നേ വരെ കണ്ടിട്ടില്ല. സ്വതന്ത്ര ഇന്ത്യ പോലും കണ്ടിട്ടില്ല. ആദ്യത്തെ മാസം മുതൽ ഇങ്ങോട്ട് ജ്ഞാനേഷ് കുമാർ വരെയുള്ള വളരെ പ്രതിഭാധനരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ടി എൻ ശേഷനെ പോലെയൊക്കെ ഉത്തരവാദിത്വമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുണ്ടായിരുന്ന കാലമാണ്. അവിടെ നിന്നാണ് നമ്മൾ ജ്ഞാനേഷ് കുമാറിലേക്ക് വന്നിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ആശങ്കപ്പെടുത്തുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു പൗരൻ എന്ന നിലയിൽ ഇന്ന് ജ്ഞാനേഷ് കുമാർ പറഞ്ഞല്ലോ, ഭരണഘടനയ്ക്ക് അപമാനമാണെന്ന്. ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും അപമാനകരമായ ഒരു പ്രസ് കോൺഫറൻസ് ആണ് കടന്നുപോയത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു രാഷ്ട്രീയ കക്ഷിയായി ഇലക്ഷൻ കമ്മീഷൻ രൂപം മാറുന്നു എന്നതിന്റെ സൂചന വളരെ വ്യക്തമായ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലുണ്ട്. നേരത്തെ ജിമ്മിയും സ്മൃതിയും സൂചിപ്പിച്ചതുപോലെ ഈ ആരോപണങ്ങൾക്ക് രാഹുൽ ഗാന്ധി 7 ദിവസത്തിനുള്ളിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരക്ഷരം അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് പറഞ്ഞില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. അനുരാഗ് ഠാക്കൂറിന് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത റിയൽ വോട്ടർമാരെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. 3 മൈമുനമാർ, ഓർമ്മയുണ്ടാവില്ല പ്രേക്ഷകർക്ക്, 3 പഞ്ചായത്തുകളിലെ 3 വ്യത്യസ്ത മൈമുനമാർ ഒരു മൈമുനയാണ് എന്ന മട്ടിലാണ് അനുരാഗ് ഠാക്കൂർ പ്രതികരിച്ചത്. ആ വോട്ടറെ അപമാനിച്ച് അനുരാഗ് ഠാക്കൂറിന് മാപ്പ് പറയേണ്ടതില്ല ഇലക്ഷൻ കമ്മീഷണറെ? നമ്പർ 2, ഇതേ അനുരാഗ് ഠാക്കൂർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. എന്താ അനുരാഗ് ഠാക്കൂർ പറഞ്ഞത്? ഈ ചൗണ്ടേരി എന്ന് പറയുന്ന സ്ഥലം, ഈ ചൗണ്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ ഈ സ്ഥലത്തിന് ഒരു വീട്ടുപേരാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ വോട്ടർമാരെയും അപകീർത്തിപ്പെടുത്തുകയല്ലേ ചെയ്തത്. അങ്ങനെ അപകീർത്തിപ്പെടുത്തിയ അനുരാഗ് ഠാക്കൂർ മാപ്പ് പറയാതിരിക്കുകയും എന്നാൽ വസ്തുതാപരമായി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ഒരു സംശയമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് പറയുകയും ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതിത്വത്തെ എന്താ പറഞ്ഞത്? നിഷ്പക്ഷാണ് എന്നാണ് അല്ലെ? 2 പക്ഷങ്ങളിലുമില്ല, കൃത്യമായി പക്ഷപാതിത്വം തെളിവാക്കുന്നതായിരുന്നു ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെ. അതുകൊണ്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരു അമ്പയറുടെ സ്ഥാനത്ത് നിന്നും ഒരു കളിക്കാരന്റെ സ്ഥാനത്തേക്ക്, ഒരു പാർട്ടിയുടെ നിലവാരത്തിലേക്ക് തരം താണിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? നിർഭയമായി നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ സംശയിച്ചു തുടങ്ങിയാൽ ഈ ജനാധിപത്യം അവതാളത്തിലാകുന്നു എന്നതിന്റെ സൂചനയാണ്. അതാണ് ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിലും ഗൗരവമായ വിഷയം എന്ന് പറയുന്നത്, മാപ്പ് പറയണമെന്ന് പറഞ്ഞ വിഷയങ്ങളെ അഡ്രസ് ചെയ്തിട്ടില്ല. ഏത് കാര്യത്തിലാണ് മാപ്പ് പറയുന്നത് രാഹുൽ ഗാന്ധി മാപ്പ് പറയുന്നത്? ഇപ്പോഴും രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുന്ന വിഷയങ്ങളിലെ 1,280,000 വ്യാജ വോട്ടുകളാണ് മഹാദേവ്പുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ചേർത്തത് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഒരു വാക്ക് ഉരിയാടിയിട്ടുണ്ടോ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഇന്നതിന്റെ ചുവട് പിടിച്ചല്ലേ ബാക്കിയുള്ള ബീഹാറിലെ SIR റിവിഷൻ നടന്ന വോട്ടർ പട്ടികയിൽ ഇനി സെപ്റ്റംബർ 1-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനിരിക്കെ ഇതിനകം 3 മണ്ഡലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് കണ്ടെത്തിയത് 80,000 വോട്ടാണ് സാർ. 80,000 കള്ളവോട്ട് ഇതിനകം ബീഹാറിൽ കണ്ടെത്തിയിട്ടില്ലേ? മഹാദേവ്പുരയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ബീഹാറിലെ കണക്ക് വെച്ചുകൊണ്ട് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് സമർത്ഥിക്കുന്നില്ലേ? 3 മണ്ഡലങ്ങൾ, പിപ്ര, ബാഘ, മോട്ടിഹരി. പിപ്രയിൽ മാത്രം നേരത്തെ സുനിൽ സൂചിപ്പിച്ചു, പിപ്രയിൽ മാത്രം സംഭവിച്ചിരിക്കുന്നത് നോക്കൂ, 20 മുതൽ 500 വരെ വോട്ടുകൾ ഒരു വീട്ടിലുണ്ട് എന്ന് രേഖപ്പെടുത്തുകയാണ്. ഇവിടെയാണ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞ യഥാർത്ഥ പ്രശ്നമുള്ളത്. അനുരാഗ് ഠാക്കൂർ പറഞ്ഞ മൈമുനമാർ ജീവിക്കുന്നത് ഈ പിപ്രയിലാണ്, ഈ ബാഘയിലാണ്, ഈ മോട്ടിഹരിയിലാണ്, ബീഹാറിലെ SIR-ലാണ്. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് നോക്കൂ. 509 വോട്ടർമാരാണ് ഒരു ഒറ്റ സ്ഥലത്തുള്ളത്. പിപ്രയിലെ ഒരൊറ്റ വീട്ടിൽ മാത്രം 509 വോട്ടർമാർ. മറ്റൊരിടത്ത് ഒരു വീട്ടിലുള്ളത് 459 വോട്ടർമാരാണ്. ഒരു വീട്ടിലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വീട്ടിലുള്ള 450 പേർക്ക് വ്യത്യസ്ത ജാതി, വ്യത്യസ്ത മതം, വ്യത്യസ്ത കമ്മ്യൂണിറ്റി, ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവർ പോലും അതിലുണ്ട് എന്നുള്ളതാണ്. എത്ര സുന്ദരമായ ഒരു ഗ്രാമമായിരിക്കും അത്! 489 പേരുള്ള ഒരു വീട്. അതാണ് വ്യാജ വോട്ടിൽ കണ്ടെത്തിയത്. മറ്റൊന്ന്, 100-ലധികം വോട്ടർമാരെ വ്യാജ വോട്ടുകൾ ചേർത്ത മോട്ടിഹരി മണ്ഡലത്തിലെ 3 ഇൻസ്റ്റൻസസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റിപ്പോർട്ടേഴ്സ് കളക്ടീവ്. മറുപടി ഉണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്? അപ്പോൾ രാഹുൽ ഗാന്ധി എന്തിനാ മറുപടി പറയുന്നത്? 1,280,000 വോട്ടുകൾ വ്യാജ വോട്ടാണെന്ന് കൃത്യമായി ഡാറ്റ സഹിതം 6 മാസത്തെ പരിശ്രമം കൊണ്ട് പ്രൂവ് ചെയ്തതിന് രാഹുൽ ഗാന്ധി മാപ്പ് പറയണോ ഈ രാജ്യത്തോട്? ശകുൻറാണി എന്ന് പറയുന്ന വോട്ടർക്ക് ഒരേ ബൂത്തിൽ തന്നെ 3 വോട്ടുകളുണ്ട്. 2 രാഹുൽ പറഞ്ഞത്. പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് 3 വോട്ടുകൾ ആ ബൂത്തിൽ തന്നെ ശകുൻറാണി എന്ന 70 വയസ്സ് പിന്നിട്ട ഒരു വയോധികയ്ക്കുണ്ട് എന്ന് സത്യം പറഞ്ഞതിനാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത്? ആദിത്യ ശ്രീവാസ്തവയ്ക്ക് കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങളിലും വോട്ടുണ്ട് എന്ന് കണ്ടെത്തി
കണ്ടെത്തിയതിനാണോ മറുപടി പറയുന്നത്? ഗുർകീത് റാമിന് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയുന്നത്? ഒരു വീട്ടിൽ മാത്രം 80 പേരുണ്ട് എന്ന് രാഹുൽ ഗാന്ധി കണ്ടെത്തിയതിനാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എവിടെയാ തെറ്റ്? എവിടെയാ ചോദ്യം? മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, അവസാനത്തെ 5.5 മണിക്ക് ശേഷമുള്ള അരമണിക്കൂറിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്തിയത് 8% വോട്ടർമാരാണ്. അവിടുത്തെ അഡൾട്ട് പോപ്പുലേഷനേക്കാൾ കൂടുതൽ വോട്ടർമാർ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷണർ പറയേണ്ട ഉത്തരങ്ങളാണ് ഇതൊന്നും. ഈ ചോദ്യങ്ങളെല്ലാം ജനം ചോദിക്കുമെന്ന് തിരിച്ചറിവ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവണം. അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ഒരു ചോദ്യത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഉത്തരമില്ലെങ്കിൽ മാപ്പ് എന്നുള്ളത് ഫാസിസത്തിന്റെ മുഖമുദ്രയാണ് സാർ. ഇത് ജനാധിപത്യമാണ് സാർ. ആർട്ടിക്കിൾ 19 വിഭാവനം ചെയ്യുന്ന റൈറ്റ് ടു വോയിസ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അത് ജനാധിപത്യത്തെ അപമാനിക്കാനല്ല, ഈ ജനാധിപത്യത്തിലെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ ആർജവത്തോടു കൂടി വളരെ വിശദമായി പഠിച്ചതിന് ശേഷം നടത്തിയ പ്രസ്താവനകൾക്ക് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും, എന്നാൽ ഇതൊന്നും പഠിക്കാതെ വന്ന ഒരു സമുദായത്തെയും ഒരു പ്രദേശത്തെ ജനങ്ങളെയും അപമാനിച്ച് വോട്ടർമാരെ അപമാനിച്ച അനുരാഗ് ഠാക്കൂർ മാപ്പ് പറയേണ്ടതില്ല എന്ന നിലപാടെടുത്ത് ഇലക്ഷൻ കമ്മീഷന്റെ അങ്ങേറ്റം പക്ഷപാതിത്വമുള്ള നിലപാടാണ് എന്നുള്ളതാണ് എന്റെ മറ്റൊരു ടേക്ക്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, എന്നെ ഇതിൽ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ എന്താ ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ? യഥാർത്ഥത്തിൽ ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൗരത്വ പരിശോധനയാണ് സാർ. യഥാർത്ഥത്തിൽ പൗരത്വ പരിശോധന നടക്കുകയാണ്. വോട്ടർ പട്ടിക നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചില്ലേ സുപ്രീം കോടതി, നിങ്ങൾക്കാണോ ഹോം മിനിസ്റ്റർക്കാണോ ഇത് പരിശോധിക്കാനുള്ള അവകാശമുള്ളത്? ആഭ്യന്തര വകുപ്പ് പരിശോധിക്കേണ്ട പൗരത്വമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത്. അത് പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ? 326 അനുസരിച്ച് വോട്ടർ പട്ടികയിൽപ്പെടുന്നവർ പൗരന്മാരായിരിക്കണമെന്നുണ്ട്. ശരി, സമ്മതിച്ചു. അവർ പൗരന്മാരായിരിക്കാൻ വേണ്ടി അവരുടെ രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ രേഖകൾ ഏതൊക്കെ പരിശോധിക്കണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു എല്ലാവരുടെയും കയ്യിലുള്ള ആധാർ കാർഡ് പരിഗണിക്കില്ല, എല്ലാവരുടെയും കയ്യിലുള്ള വോട്ടർ പട്ടിക അതും ഞങ്ങൾ പരിഗണിക്കില്ല. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി എന്താ ഇടക്കാല ഉത്തരവിലൂടെ പറഞ്ഞത്? അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആരുടെയെങ്കിലും വോട്ട് നിഷേധിക്കപ്പെട്ടാൽ അവരുടെ ആധാർ കാർഡ് നിങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിഗണിക്കേണ്ടി വന്ന സാഹചര്യമാണ്. ഇവിടെയാണ് എന്റെ ചോദ്യമുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ത് അധികാരമാണുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ പൗരത്വം പരിശോധിക്കാനും പൗരത്വ പട്ടിക തയ്യാറാക്കാനും എന്നുള്ളതാണ്? ഞാനൊരു കാര്യം പറയാം. CSDS-ന്റെയും ലോക്നിയുടെയും ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ പഠനമാണ്. ആസാം, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വെസ്റ്റ് ബംഗാൾ, അതേപോലെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കേരളം, പിന്നെ ഡൽഹി. ഈ സംസ്ഥാനങ്ങളിലെ പഠനത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയുണ്ട്. ഇവിടെ ആധാർ കാർഡ് ഒഴിവാക്കി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു പാർട്ടിക്ക് അനുകൂലമായ മട്ടിൽ മാറ്റിയിരിക്കുന്നത് എന്നതിന്റെ കണക്കാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. CSDS സർവേ പ്രകാരം കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? മൊത്തം 52% ആളുകൾക്ക് ഈ സംസ്ഥാനങ്ങളിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അവർക്ക് തന്നെ ഇല്ല ബർത്ത് സർട്ടിഫിക്കറ്റ്. 87% ആളുകൾക്ക് 1987 ജൂലൈ 1-ാം തീയതിക്ക് ശേഷം ജനിച്ചവർ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയൂ, CSDS സർവേ പ്രകാരം 1987 ജൂലൈ മാസം 1-ാം തീയതിക്ക് ശേഷം ജനിച്ച 87% ആളുകൾക്കും അവരുടെ അച്ഛന്റെയോ അമ്മയുടെയോ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയില്ല. കാരണം അവരുടെ അച്ഛന്റെയും അമ്മയ്ക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, SSLC സർട്ടിഫിക്കറ്റ് ഇല്ല, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഇല്ല, സർക്കാർ കൊടുക്കുന്ന രേഖകളില്ല. 48% പേർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ അവസ്ഥയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ SIR നടപ്പിലാക്കാൻ പറ്റുക? ആദ്യം നിങ്ങൾ രേഖ കൊടുക്കൂ, അതിനുശേഷം ആ രേഖയോടെ കൂടി അവരുടെ പൗരത്വം ആവശ്യപ്പെടൂ. രേഖകളില്ലാത്ത നാട്ടിൽ അവരുടെ അസംഷൻ എന്ന് പറയുന്നത് ഇവർ വിദേശികളാണ് എന്ന അസംഷനിൽ അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്ന കഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ദേശത്തെ പൗരത്വ പട്ടിക തയ്യാറാക്കുന്ന തിരക്കിലാണ്. അത് വോട്ടർ പട്ടികയല്ല എന്നതാണ് എന്റെ പക്ഷം. ഇതാണ് എന്നെ സംബന്ധിച്ചിട്ടും ആശങ്കപ്പെടുന്നത്. രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ട പണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തുകൊണ്ടിരിക്കുകയും ഇവിടെയുള്ള ഒരു വിഭാഗം ആളുകളെ ഡിസൻഫ്രാഞ്ചൈസ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ അവരുടെ വോട്ടവകാശം നിഷേധിച്ചുകൊണ്ട് പൗരത്വം നിഷേധിക്കുന്ന പണിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴല്ലേ 7 പേർ മരിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖപ്പെടുത്തേണ്ടി വന്നത്? മരിച്ച 7 പേരോടൊപ്പം രാജ്യത്തിന്റെ ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി ചായ കുടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചത് നാണക്കേടായില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ എന്താ? പ്രൈവസിയെ കുറിച്ചോ? നേരത്തെ സൂചിപ്പിച്ചു. ആ പ്രൈവസിയെക്കുറിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവ് ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ സാങ്കേതികത്വത്തിന്റെ പിടിക്കുകയല്ലേ? 45 ദിവസത്തിനുള്ളിൽ CCTV ദൃശ്യങ്ങൾ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 45 ദിവസത്തിനുള്ളിൽ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് കൊടുത്താൽ പ്രൈവസിയുടെ ലംഘനമാകുമോ? നേരത്തെ ജിമ്മി ചോദിച്ചതുപോലെ ഈ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ വോട്ടർ പട്ടിക കൊടുത്താൽ മാൽ പ്രാക്ടീസ് നടത്തുമെന്നുള്ള വിദണ്ഡവാദമാണ് കമ്മീഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റൈറ്റ് ടു പ്രൈവസി അല്ല, ഇത് നിയമത്തിന്റെ കുരുക്കിൽ നിങ്ങൾ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഒളിക്കാൻ ശ്രമിക്കുകയാണ്. അഥവാ നിങ്ങൾ എങ്ങനെയാണോ ബാലി ഒളിച്ചു നിന്നത് മരത്തിന്റെ മറവിൽ എന്നതുപോലെ ഒരു മരം എന്ന് പറയുന്ന ഒരു നിയമത്തെ നിങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഒരു ചട്ടത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ വസ്തുതകളെ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ അതുകൊണ്ട് ഇല്ലാതാവില്ല. അത് രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിങ്ങൾക്ക് വാനരന്മാരെന്ന് മുദ്രകുത്താം, നിങ്ങൾ കുരങ്ങന്മാരെന്ന് വിളിച്ച് അപഹസിക്കാം, നിങ്ങൾ മാപ്പ് പറയേണ്ടവരാണെന്ന് പറയാം, ഭരണഘടനയെ അപമാനിക്കേണ്ടവരാണെന്ന് പറയാം. ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. രാഹുൽ ഗാന്ധി മാപ്പും പറയാൻ പോകുന്നില്ല, ഒരു കോപം പറയാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പേര് സവർക്കർ എന്നല്ല. രാഹുൽ ഗാന്ധി സൺ ഓഫ് രാജീവ് ഗാന്ധിയാണ്, പ്രബോധനാണ് ജവഹർലാൽ നെഹ്റുവിന്റെ. ആ രക്തം രാഹുൽ ഗാന്ധിയുടെ സിരകളിലൂടെ ഒഴുകുന്നിടത്തോളം കാലം, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം, രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഗാനേഷ് കുമാർ നിങ്ങൾ വിയർക്കേണ്ടി വരും. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് രാഹുൽ ഗാന്ധി എന്നേ പറയാനുള്ളൂ. കമ്മീഷൻ വ്യക്തത വരുത്തിയിട്ടില്ല, ലെവലേശം പോലും. പക്ഷേ അപഹാസ്യമായിരുന്നു പത്രസമ്മേളനം. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് വിചാരിക്കുന്ന ടീമിനോട് ഒന്നേ പറയുള്ളൂ, രാഹുൽ ഗാന്ധി മാപ്പും പറയില്ല, ഒരു കോപ്പും പറയില്ല. നേരത്തെ പറഞ്ഞുള്ള സവർക്കറുടെ പിൻതലമുറയല്ല രാഹുൽ ഗാന്ധിന്റേത്. പിന്നെ മാപ്പ് പറയേണ്ടത് നിങ്ങളെ താക്കൂറാണ്. രാജ്യത്തെ അപമാനിച്ച ടാക്കൂർ, ഓനെ പറ്റി ഒരു അക്ഷരം മിണ്ടാൻ വേണ്ടി നിങ്ങൾക്ക് കൈയോടോ ഒന്നും മിണ്ടാൻ കഴിയില്ല. ഇതുപോലെ കോമഡിയാക്കിയിട്ട് ഇന്ത്യൻ ഭരണഘടനയെ കോമഡിയാക്കുന്ന ഇവരെയൊക്കെ ഒന്നും ചെയ്യാണ്ട് രാഹുൽ ഗാന്ധിന്റെ പിന്നാലെ വന്ന നാറും നിങ്ങളെ കോമാളിത്തരവും നിങ്ങളെ പൊട്ടത്തരവും ആൾക്കാർ പിടിക്കപ്പെട്ടപ്പോ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടി ഇന്ത്യക്കാർക്ക് ഒന്നേ പറയാനുള്ളൂ, കുറച്ച് ഉളുപ്പ് വേണ്ടി എന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിങ്ങൾ ഉത്തരേന്ത്യയിലുള്ള കള്ളവോട്ട് കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ ടാക്കൂർ
മൈമുനമാർ എന്ത് വൃത്തികേടാണോ അയാളുടെ മറുത്? മൈമുന എന്ന് പറഞ്ഞ ഒരു വോട്ടറാണോ? അത് കേരളത്തിലെ പൊട്ടന്മാരായ BJP-ക്കാർ പറഞ്ഞത് അതുപോലെ വിഴുങ്ങിയിട്ട് രാജ്യത്തെ അപമാനിച്ച ഠാക്കൂറിന് വേണ്ടി വാദിക്കാൻ നാണമില്ലേ? എന്നിട്ട് സത്യം പറഞ്ഞ രാഹുൽ ഗാന്ധിന്റെ പിന്നാലെ വന്നിട്ട് മാപ്പ് പറയാൻ വേണ്ടി പറയുന്നത്. മാപ്പ് രാഹുൽ ഗാന്ധി പറയില്ല. കാരണം രാഹുൽ ഗാന്ധിന്റെ പിന്നിലുള്ളത് ഇന്ത്യയുടെ യുവത്വമാണ്, ഇന്ത്യയുടെ ശക്തിയാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൽ ആത്മാഭിമാനം കൊള്ളുന്ന ഒരുപാട് ജനങ്ങളാണ്. അല്ലാണ്ട് മിനിറ്റിന് മാപ്പ് പറഞ്ഞ സവർക്കറുടെ പിന്തലമുറക്കാരല്ല രാഹുൽ ഗാന്ധിയുടെ പിന്നിലുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ പൊട്ടത്തരും കോമാളിത്തരും കൊണ്ടുവന്നാല് നിങ്ങൾ അധികം പോകൂല. നിങ്ങൾ അമിത്ഷായുടെ കൂടെ നിന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാന്ന വ്യാമോഹമെങ്കിൽ അങ്ങനെ നോക്കിക്കോ, അതും ഇന്ത്യൻ ജനത പരാജയപ്പെടുത്തും. നിങ്ങൾ ഉണ്ടാക്കിയ കള്ളത്തരങ്ങൾ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഈ BJP ഭരണം അത് ഇന്ത്യക്കാർ തന്നെ തകർത്ത് താഴെയിടും. നിങ്ങളുടെ കപട രാജ്യസ്നേഹത്തെ ഇന്ത്യക്കാർ തന്നെ തകർക്കും. നിങ്ങൾ എത്രമാത്രം സംഘപരിവാറിന് വേണ്ടി വാദിക്കാൻ വേണ്ടി വന്നാലും ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ ഇനിയും നാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും രാഹുൽ ഗാന്ധിക്കും എന്റെ ഒരു നല്ല സുലാം.